എനിക്കേറെ പ്രിയങ്കരായ എൻ്റെ HST സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികളെ, പരീക്ഷ ഇങ്ങ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പഠനതന്ത്രങ്ങളും പഠനമുറകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യവും എനിക്കറിയാം. എൻ്റെ ക്ലാസ്സുകൾക്കും ലൈവ് സെഷനുകൾക്കും നിങ്ങൾ തരുന്ന സ്വീകാര്യത എന്നെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മൊഡ്യൂളിൽ പൊളിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട പോർഷനുണ്ട്, ഡിസാർമമെൻറ്റ് ആംസ് കൺട്രോൾ എന്ന് പറയുന്നൊരു ഭാഗം. ആ ഭാഗത്തുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1944-45 വരെ ഉണ്ടായിരുന്ന രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധമാണ് ചരിത്രം രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് മറ്റൊന്നുമല്ല, ശീതസമരം എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും രണ്ട് ഭാഗത്തായി അണിനിരന്നു. ചരിത്രം വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഘട്ടങ്ങളിലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എങ്കിലും ഈ ആശയപരമായ യുദ്ധത്തെ, നമുക്ക് ശീതസമരം, ആശയപരമായ ഈ ഏറ്റുമുട്ടലുകളെ നമുക്ക് കോൾഡ് വാർ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം കൃത്യമായ പലരുടെയും ഇടപെടലുകളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കാട്ടിത്തന്ന ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ചില ആശയങ്ങളും ചില രൂപങ്ങളും ചില ഭാവങ്ങളുമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു മൂന്നാം ലോക മഹായുദ്ധം പെട്ടെന്നൊന്നും അന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. സോ അവിടെ മൂന്നാം ലോക മഹായുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ അനവധിയായിട്ടുള്ള സന്ധികൾ ഉണ്ടാക്കി. പ്രധാനമായും ആയുധങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം, ആയുധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലറിനെ പോലെയുള്ള സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ മനുഷ്യനെ വേഗത്തിൽ കൊല്ലാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് ചെലവും കൊടുത്ത കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സ്വാഭാവികമായും ആയുധങ്ങൾ അടികൂടുന്ന സമയത്തെടുത്ത് പ്രയോഗിക്കുമ്പോൾ സാധാരണ ജനങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ നമ്മൾ കാണാറുണ്ട്. സോ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ലോകത്തിലെ രണ്ട് പ്രബല ശക്തികൾ പല ഘട്ടങ്ങളിൽ പല സന്ധികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചിലതൊക്കെ അവരുടെ സാമ്രാജ്യത്വ മോഹമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും അത്തരത്തിലുള്ള ആ നിരായുധീകരണ സന്ധികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആയുധ നിയന്ത്രണ ഉടമ്പടികൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൃത്യമായി പറഞ്ഞാൽ ബഹുശതം മനുഷ്യർ മരിച്ചു വീണു. അനവധിയായിട്ടുള്ള പേർ മുറിവുകൾ ഉണങ്ങാതെ ദീർഘകാലം വേദനിച്ച് വെന്ത് ജീവിച്ചു. ഇന്നും അതിൻ്റെ അലയടികൾ മാറിയിട്ടില്ല. ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ നടുക്കങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു ദുരന്തം. സ്വാഭാവികമായും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഈ ആയുധങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സന്ധികൾ ഉണ്ടാക്കി. അതിലൊരു സന്ധിയാണ് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആയുധ നിയന്ത്രണ സന്ധികൾക്ക് ഒരു തുടക്കമായിരുന്നു ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റി. 1963 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഇത് റഷ്യയുടെ മോസ്കോയിൽ വെച്ച് ഒപ്പുവെക്കുന്നത്. ആയുധ നിയന്ത്രണ സന്ധിയായിട്ടുള്ള ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇവിടെ ഇതിൻ്റെ മലയാളം പരിഭാഷയിലേക്ക് വരുമ്പോൾ പരിമിത അണ്വായുധ പരീക്ഷണ നിരോധന സന്ധി എന്ന് പറയാം. അപ്പോൾ ഏതാണ് സാധനം? അണ്വായുധമാണ്. ആണവായുധമാണ്. സ്വാഭാവികമായും അതിനെ ഒന്ന് നിരോധിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പരീക്ഷണത്തെ നിരോധിക്കുന്നതിന് വേണ്ടി 1963 ഓഗസ്റ്റ് മാസം 5-ാം തീയതി USSRലെ മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ച സന്ധിയാണിത്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പ്രധാനമായും അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് നിരോധിച്ചു. 3 സ്ഥലങ്ങളാണ്. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ വരാൻ ഏറെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരും കൃത്യമായ രീതിയിലേക്ക് ഈ 3 കൺസെപ്റ്റുകളെ മനസ്സിലാക്കി വെക്കുക. റിലേറ്റഡ് ടു ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഏതാണ്? അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു സന്ധിയായിരുന്നു 1963 ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. അപ്പോൾ ഇതൊരു തുടക്കമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു.
ആയുധ നിയന്ത്രണങ്ങൾക്ക്, ആയുധ നിയന്ത്രണ സന്ധികൾക്ക് ഒരു തുടക്കമായിരുന്നു ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത്. 1963 ഓഗസ്റ്റ് 5 ഒപ്പുവെച്ചു. എവിടെ? ജലത്തിനടിയിലും, എവിടെ? അന്തരീക്ഷത്തിലും, എവിടെ? ബഹിരാകാശത്തും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് നിരോധിച്ചു. സ്വാഭാവികമായിട്ടും ഈ സന്ധിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 USA, 2 USSR, അതായത് ഇപ്പോഴത്തെ റഷ്യ, 3 ബ്രിട്ടൻ. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ചേർന്ന് ഒപ്പുവെച്ച ഒരു സന്ധിയാണ് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. 1963 അതായത് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകം സഞ്ചരിച്ചു തുടങ്ങുകയാണ്. 1950നും 63നും ഇടയ്ക്ക് ലോകത്ത് പല ഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പോലെ, അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിൽ തന്നെ വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലെ, അതുപോലെ തന്നെ ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ വിഷയങ്ങളൊക്കെ പോലെ ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് ഇവർ രണ്ടുപേരും, അമേരിക്കയും സോവിയറ്റ് യൂണിയനും, യുദ്ധം ആസന്നമാകുന്ന സാഹചര്യത്തിലേക്ക് പോയതായിട്ട് പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ വിഭിന്നമായ രീതിയിലേക്ക് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് USSRഉം USA അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ബ്രിട്ടനും കൂടി ചേർന്ന് 1963 ഓഗസ്റ്റ് 5 മോസ്കോയിൽ വെച്ച് എവിടെ? അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും ജലത്തിനടിയിലുമുള്ള ആണവ പരീക്ഷണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു സന്ധി വരുക. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഭയങ്കര ടഫാണ് എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും പറയുകയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒക്ടോബർ മാസം 10-ാം തീയതി 63 ഒക്ടോബർ 10-ന് നിലവിൽ വന്നു. 63 ഓഗസ്റ്റ് 5-ന് ഒപ്പുവെച്ചു ബ്രിട്ടൻ, ദെൻ അമേരിക്ക, ദെൻ USSR, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും കടലിനടിയിലും ജലത്തിനടിയിലും. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗം ഒഴിച്ചിട്ടു എന്നുള്ളതാണ്. ഏതാണ്? ഭൂഗർഭ പരീക്ഷണം ഒഴിച്ചിട്ടു. അവിടെ പരീക്ഷണം നടത്താം. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നിങ്ങളെ കുഴപ്പിക്കുന്നതാണെന്നുള്ള കാര്യം അറിയാലോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നുള്ള കാര്യം അറിയാലോ. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എക്സാക്ട് കണ്ടന്റുകളെ നമ്മൾ ഇങ്ങ് തപ്പിയെടുത്തതാണ്. അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും അതുപോലെ തന്നെ ജലത്തിനടിയിലും എന്തില്ല? ആണവ പരീക്ഷണമില്ല. എവിടെയുണ്ട്? ഭൂഗർഭ ഭാഗത്തുണ്ട് അല്ലെ? ഭൂഗർഭ പരീക്ഷണം നടത്താം. ആണവ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയായിട്ട് ഇത് ചരിത്ര രേഖകളിൽ സ്ഥാനം നേടി. തുടക്കം പറഞ്ഞില്ലായിരുന്നോ? എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടെ ഓർക്കണം. നമുക്ക് ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ഭൂഗർഭ സാധ്യത പരീക്ഷണം നടത്താൻ അല്ലേ? ഇവിടെ നോക്കുക, ഞാൻ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ട്രീറ്റി പറയുകയാണ്. ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, TTBT, ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. 1974 അമേരിക്കയും സോവിയറ്റ് യൂണിയനും അതായത് ഒപ്പുവെച്ച ഒരു കരാറാണ്. എന്താണ് കരാർ? 150 കിലോ ടൺ കവിയുന്ന ഉൽപാദനക്ഷമതയുള്ള ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നത് വിലക്കി. നേരത്തെ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി there is a provision, ഭൂഗർഭ പരീക്ഷണം നടത്താൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ അവിടെയും ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരികയാണ്. 150 കിലോ ടൺ കവിയുന്ന ഉൽപാദനക്ഷമതയുള്ള ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഭൂഗർഭ പോസിബിലിറ്റിയെ കൂടി എന്ത് ചെയ്യുകയാണ്? ഒന്ന് നിയന്ത്രിക്കാൻ ഒരു കരാർ വരികയാണ്. ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി 1974. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി റയർ. ചോദിച്ചു കഴിഞ്ഞാൽ കിഡിലുമായിട്ട് മാർക്ക് അടിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് റാങ്ക് അടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. നോക്കേ, അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും വെള്ളത്തിനടിയിലും ആണവ പരീക്ഷണങ്ങൾ നിരോധിച്ച 1963 ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയെ പിന്തുടരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ത്രഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞത്. സോ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. ജോയിന്റ് വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റ്. ഒരു രാജ്യം ആണവ പരീക്ഷണം നടത്തുന്നത് ആ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തായിരിക്കും. ഇന്ത്യ നടത്തിയത് രാജസ്ഥാനിലെ പൊക്രാനിലെ ജയ്സാൽമർ ജില്ലയിലെ പൊക്രാനിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ പരീക്ഷണം നടത്തുന്ന ആ പരീക്ഷണത്തിന്റെ വ്യാപ്തി, അതിൻ്റെ ഇൻറ്റൻസിറ്റി സന്ധി ഒപ്പുവെച്ചൊന്നുകൊണ്ട് പരസ്പരം അറിയേണ്ടതില്ലല്ലോ. ഒരു സന്ധി ഒപ്പുവെച്ച് രണ്ട് രാജ്യങ്ങളും രഹസ്യമായിട്ട് പരീക്ഷണം നടത്തിയാലോ? അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒരു വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു.
അതിനെയാണ് ജോയിന്റ് വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സംഭവമൊന്നുമില്ല, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ USA-യും റഷ്യയും തമ്മിലാണല്ലോ ഈ ഒപ്പുവെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും USA-യും റഷ്യയും തമ്മിൽ ഒപ്പുവെക്കുന്ന സമയത്ത് റഷ്യയിലെ ആണവ നിലയങ്ങൾ മീൻസ് ആണവ പരീക്ഷണം നടത്തുന്ന സ്ഥലങ്ങൾ, ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തുന്ന സ്ഥലങ്ങൾ, അവിടെ അമേരിക്കൻ സയന്റിസ്റ്റുകൾക്ക് പോയി എന്ത് ചെയ്യാം, കാര്യങ്ങൾ നോക്കിക്കാണാം, മീൻസ് അതിന്റെ ഇന്റൻസിറ്റി അളക്കാം, തിരിച്ചവർക്കും പറ്റും. ദാറ്റ് ഈസ് ജോയിന്റ് വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റ്. 1980-കളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സൂചിപ്പിക്കുന്നത് ആണവായുധ നിയന്ത്രണമായോ മറ്റ് സെൻസിറ്റീവ് മേഖലകളുമായോ ബന്ധപ്പെട്ടിരിക്കാവുന്ന ശാസ്ത്രീയമോ സാങ്കേതികമോ ആയ അവകാശവാദങ്ങൾ പരിശോധിക്കുന്നതിനുള്ള വ്യത്യസ്ത കക്ഷികൾ തമ്മിലുള്ള സഹകരണ ശ്രമമാണ് ജോയിന്റ് വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ത്രെഷോൾഡിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ത്രെഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി 1974 ഒപ്പുവെച്ചു. വിജയകരമായ സംയുക്ത പരിശോധനാ പരീക്ഷണങ്ങൾക്ക് ശേഷം 1990 US കോൺഗ്രസ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. ത്രെഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി US കോൺഗ്രസ് അംഗീകരിക്കുന്നത് 1990-ലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ എക്സ്പെരിമെന്റിൽ തൃപ്തിയായതിനു ശേഷമാണ് ഇതിന് അംഗീകാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്നാൽ ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത് 1974-ലാണ്. USA-യും USSR-ഉം അതായത് ഇപ്പോഴത്തെ റഷ്യയും തമ്മിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ത്രെഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആണവ നിർവ്യാപന സന്ധി എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റിയാണ്. അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റിയാണ്, ഏറ്റവും വിവാദമായ ഒരു ട്രീറ്റിയാണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്ന ആണവ നിർവ്യാപന സന്ധി എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്? ഈ കരാർ പ്രകാരം ആണവായുധങ്ങൾ കൈവശം വെക്കാനുള്ള അവകാശം അണ്വായുധ രാജ്യങ്ങൾക്ക് മാത്രമായി അനുവദിക്കുന്നു. അതായത് ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന് കൈവശം വെക്കണമെങ്കിൽ ആ രാജ്യം നേരത്തെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1967 മുമ്പ് ആണവ ശേഷിയുള്ള ഒരു രാജ്യത്തിന് മാത്രമേ പിന്നീട് ഇനി അങ്ങോട്ട് ആണവായുധങ്ങൾ കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടാകൂ എന്ന് ഉണ്ടാക്കിയ ഒരു കരാറാണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രീറ്റി ever made after 1945. So it is very 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 essential to learn all the HSC aspirants. അതുകൊണ്ട് കൃത്യമായി ഓർത്തു വെക്കുക. 1967 ശേഷം ഒരു രാജ്യത്തിന് ആണവായുധം നിർമ്മിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് ഏതെന്ന് പറയുന്നത് അണ്വായുധ നിർവ്യാപന സന്ധി, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ഇവ സമ്പാദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഏത് ആണവായുധങ്ങൾ? 1967 ജനുവരി 1 മുമ്പ് അണ്വായുധങ്ങൾ നിർമ്മിക്കുകയോ അണ്വായുധ വിസ്ഫോടനം നടത്തുകയോ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെയാണ് അണ്വായുധ രാജ്യങ്ങളായി പരിഗണിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായേ? ഇനി നോക്കിയേ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? 1 അമേരിക്ക, 2 സോവിയറ്റ് യൂണിയൻ, 3 റഷ്യ, 4 ബ്രിട്ടൻ, 1 അമേരിക്ക, 2 സോവിയറ്റ് യൂണിയൻ, 3 ബ്രിട്ടൻ, 4 ഫ്രാൻസ്, 5 ചൈന. ഈ 5 രാജ്യങ്ങളെ നമുക്ക് എവിടെ കാണാൻ കഴിയും? ഈ 5 രാജ്യങ്ങളാണ് ഏത് രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ഈ 5 രാജ്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങൾക്കാണ് UNO-യിൽ വീറ്റോ കപ്പാസിറ്റി ഉള്ളത്, വീറ്റോ അധികാരമുള്ളത്. 1 അമേരിക്ക, 2 സോവിയറ്റ് യൂണിയൻ, 3 ബ്രിട്ടൻ, 4 ഫ്രാൻസ്, 5 ചൈന. ഈ 5 രാജ്യങ്ങളാണ് അണ്വായുധ രാജ്യങ്ങളായിട്ട് പരിഗണിച്ചത്. ഈ 5 രാജ്യങ്ങളല്ലാതെ മറ്റൊരു രാജ്യത്തിന് ആണവായുധങ്ങൾ പരീക്ഷിക്കാനോ ആണവായുധങ്ങൾ നിർമ്മിക്കാനോ ഉള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നതാണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. 1968 ജൂലൈ 1 ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ഈ കരാർ ഒപ്പുവെച്ചു. 1970 മാർച്ച് 5 നിലവിൽ വരികയും ചെയ്തു. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. 25 വർഷമായിരുന്നു ഇതിന്റെ കാലാവധി. എന്നാൽ 1995 കാലാവധി നീട്ടി അനിശ്ചിത കാലത്തേക്ക് നീട്ടുകയും ചെയ്തു. ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ തുടങ്ങിയ ആണവായുധ രാജ്യങ്ങൾ NTP-യിൽ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടില്ല. നടപ്പിലാക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉടമ്പടി ഇതിനകത്ത് ഒപ്പുവെച്ച രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധന ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് കൃത്യമായി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് പഠിച്ചത്. ഒന്നാമത്തത് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, രണ്ടാമത്തത് ത്രെഷോൾഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, മൂന്നാമത്തത് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. അപ്പോൾ ഇതിന്റെ ബാലൻസ് ഉണ്ടാകും.
ഇതിന്റെ ബാലൻസ് ഉണ്ടാകും. ഇതിന്റെ ബാലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് ബാലൻസ് ഉണ്ടാകും. ഇതിന്റെ ബാലൻസിന് വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഇതിന്റെ ബാലൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക. ഞാനത് എക്സാമിനേഷന് മുമ്പ് ബാക്കിയുള്ള കംപ്ലീറ്റ് പോർഷൻസ് എടുത്തു തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.